കേരളത്തിൽ ഒരുപാട് സ്കീമുകളുണ്ട്. ആഗോളവൽക്കരണം വന്നതിന് ശേഷമാണ് ഈ സ്കീമിനൊരു ആവേശം വന്നത്. NHM വന്നു, NRHM വന്നു, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ വന്നു. എല്ലാം കരാർ അടിസ്ഥാനത്തിലാണ്. പിന്നെ NHM വന്നു, അതിനെ നാഷണൽ ഹെൽത്ത് മിഷനാക്കി. അർബലിനും കൂടി ചേർത്തുകൊണ്ട് നാഷണൽ ഹെൽത്ത് മിഷനാക്കി. ICDS എന്ന് പറഞ്ഞ ആശാ വർക്കേഴ്സിനെ വന്നു. തൊഴിലുറപ്പെന്ന് പറഞ്ഞൊരു വിഭാഗം വന്നു. പിന്നെ പഞ്ചായത്തുകാരുണ്ടാക്കിയിട്ടുള്ള ഹരിതകർമ്മസേന വന്നു. ഇങ്ങനെ ഇത് മുഴുവൻ സ്കീമുകളാണ്. ഇതുപോലെ മറ്റേ ബാലവാടി, ഇങ്ങനെ കുറേ സ്കീമുകളുണ്ട്. ഈ സ്കീമുകളെല്ലാം കൂടി ചേർത്ത് പിന്നെ ലെപ്രസി ഇറാഡിക്കേഷൻ, അങ്ങനെ ഇങ്ങനെ വരുന്ന കുറേ സ്കീമുകളുണ്ട്. ഹെൽത്തിലൊക്കെ കുറേ സ്കീമുകളുണ്ട്. ഒരു 10-20 ലക്ഷം ആളുകളുണ്ട് കേരളത്തിൽ. 20 ലക്ഷത്തോളം പേരെങ്കിലും വരും എല്ലാം കൂടി എടുത്താൽ. കാരണം ഇപ്പോൾ അംഗൻവാടി തന്നെ 36 66 ആശാ വർക്കേഴ്സും 26,000 എങ്ങനെ എടുത്താൽ ഓരോ വിഭാഗം എടുത്തു കഴിഞ്ഞാൽ 10-20 ലക്ഷം ആളുകൾ എല്ലാം കൂടി വരും. ഇതിൽ മഹാഭൂരിപക്ഷവും 90% സ്ത്രീകളാണ്. വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ. ആശാ വർക്കേഴ്സ്, ഞാൻ പറഞ്ഞു, ആശാ വർക്കേഴ്സ്, അംഗൻവാടി, തൊഴിലുറപ്പ്, ഇങ്ങനെ എടുത്തോളൂ. വളരെ പരിതാപകരമാണ്. ഒന്നാമത്തെ വിഷയം, അവർക്ക് വല്ലപ്പോഴും സർക്കാർ കൂട്ടുന്ന, മന്ത്രിസഭ കൂട്ടുന്ന പൈസയേ ഉള്ളൂ. വർഷാവർഷം അവർക്ക് ഇൻക്രിമെൻറ്റ് കൂടാറില്ല. ഇപ്പോഴത്തെ നോക്കൂ, 2000 രൂപ കൊടുത്തുകൊണ്ടിരുന്ന കേന്ദ്ര ഗവൺമെൻറ് അത് 3500 രൂപ ആക്കാൻ ഇത്രയും വലിയ പ്രശ്നവും ബഹളവും സുരേഷ് ഗോപി ഇടപെടലും ഒക്കെ, മന്ത്രി പോയി കാണലും ഒക്കെ വലിയ ബഹളം ഉണ്ടായിട്ടാണ് ഒരു 1500 രൂപ കൂട്ടിക്കിട്ടിയത്. എന്തുകൊണ്ടൊരു വാർഷിക ഇൻക്രിമെൻറ്റ് ചിന്തിച്ചു കൂടാ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അവർക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായി പെൻഷൻ പറ്റിയാൽ ഒരു നിശ്ചിത ഇടവേളയ്ക്കുമ്പോൾ കൊടുക്കാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? മൂന്നാമത്തെ കാര്യം, അവരുടെ ഫണ്ട് പിന്നെ ലംസമായി കൊടുക്കേണ്ട തുക കൊടുക്കണം. പിന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ കൃത്യമായി അവർക്ക് കൊടുക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? മൂന്നാമത്, ഈ മറ്റുള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്കൊക്കെ പെൻഷനൊക്കെ കൂടുമ്പോൾ ഇവർക്ക് കൂടത്തില്ല. അങ്ങനെയുണ്ടല്ലോ, സാധാരണ സർക്കാർ ജീവനക്കാരായ ആളുകൾക്ക് സർക്കാരിന് DA പ്രഖ്യാപിക്കുമ്പോൾ, നിലവിലുള്ള ഉദ്യോഗസ്ഥർക്ക് DA പ്രഖ്യാപിക്കുമ്പോൾ ഇവർക്കും DA കൂടും, ഈ പെൻഷൻകാർക്കും. പക്ഷേ ഇവർക്ക് കൂടത്തില്ല. ഈ സ്കീമിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടത്തില്ല. അവർക്ക് ആ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന 1000 തന്നെ കിട്ടും, അല്ലെങ്കിൽ 500 തന്നെ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള, പിന്നെ 2016 അംഗൻവാടിക്കാരുടെ ക്ഷേമനിധിയെ സംബന്ധിച്ച് പുതിയ ആക്ട് ഉണ്ടായെന്നാണ് പറയുന്നത്. പക്ഷേ 2016 ആക്ട് ഉണ്ടായിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 2016, 4, 20, 5, 9 വർഷമായി. ഇതുവരെ പുതിയ ചട്ടങ്ങളും കാര്യങ്ങളും ഉത്തരവുകളും വന്നിട്ടില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നേരത്തെ അംഗൻവാടിക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് അവർക്ക്? ക്ഷേമനിധിയിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ, പിന്നെ ആരോഗ്യപരമായ ആനുകൂല്യങ്ങൾ, വിവാഹത്തിനുള്ള, കുഞ്ഞുങ്ങളുടെ വിവാഹം, അങ്ങനെ കുറേ കുഞ്ഞു ആവശ്യങ്ങൾക്ക് അവർക്ക് ചെറിയ പൈസ കിട്ടിക്കൊണ്ടിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ആകെപ്പാടെ ഈ അവർക്ക് പെൻഷൻ പറ്റുമ്പോൾ കിട്ടേണ്ടുന്ന ഒരു ലംസം എമൗണ്ടും പിന്നെ പെൻഷന് മാസം കിട്ടുന്ന ഈ 2 കാര്യങ്ങളായിട്ട് ക്ഷേമനിധിയോട് ചുരുങ്ങിപ്പോയി. അതിൻ്റെ കാരണം 2016 ആക്ടിന് ശേഷം ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്കീം തൊഴിലാളികളെ, ഇപ്പോൾ കശുവണ്ടി തൊഴിലാളികളെയും കയറകയറ്റ തൊഴിലാളികളെയും മറ്റ് സർക്കാർ ഓഫീസിലെ ഒരു വിഭാഗത്തിന് ആളുകൾക്ക് EPF ഉള്ളതുപോലെ എന്തുകൊണ്ട് സ്കീം തൊഴിലാളികൾക്ക് വേണ്ടി ഗവൺമെൻറ് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നില്ല? കാര്യങ്ങൾ വലിയ ചതിയാണ്, വഞ്ചനയാണ്, ക്രൂരതയാണ്. 30 വർഷം, 35 വർഷം, 40 വർഷം ജോലി ചെയ്തിട്ട് ഒന്നുമില്ലാതെ 2 കൈ വീശി ഇറങ്ങി പോകുന്നത് മഹാഭൂരിപക്ഷം സ്ത്രീകളുടെ ഒരു വലിയ ശാപമാണ്, വലിയ പ്രതിസന്ധിയാണ്. എന്തുകൊണ്ട് EPF മോഡലിൽ ഗവൺമെൻറ്റിന് ഒരു പുതിയ സ്കീമിനെ കുറിച്ച് ചിന്തിച്ചുകൂടാ? 21,000 രൂപ ശമ്പളം കൊടുക്കുമെന്ന് LDFൻ്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞു. അവരാണിപ്പം പിന്നെ മലർന്നിടന്ന് തുപ്പുന്നത്. ആര്, എവിടെ, എപ്പോൾ പറഞ്ഞു എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് ചുമ്മാ പറഞ്ഞതാണെന്ന് പറഞ്ഞു. 20 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അതെല്ലാം കാറ്റിൽ പറത്തി. അതെവിടെ, ആര്, എപ്പോൾ പറഞ്ഞു? അത് പ്രകടന പത്രികയല്ലേ, അതിൽ പ്രകടിപ്പിക്കാനുള്ളതാണ്, ചെയ്യാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് ട്രോളുന്നുണ്ട്. എന്തായാലും വളരെ കഷ്ടമാണ് ഈ സ്കീം തൊഴിലാളികളുടെ കാര്യങ്ങൾ. അത് ഞാൻ കോമണായി തന്നെ സ്കീം തൊഴിലാളികളെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടൊരു വകുപ്പോ, അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമോ, ഒരു കോർപ്പറേഷനോ ഒക്കെ ആലോചിക്കണം. അവരുടെ സംവിധാനം, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു കമ്മീഷൻ അടിയന്തരമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായോ 2ആയിട്ടോ ഒരു കമ്മീഷനെ വച്ചിട്ട് ഈ അസംഘടിത മേഖലയിലുള്ള അല്ലെങ്കിൽ സ്കീം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് അവരോടുകൂടി ചോദിക്കണം. എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം? കേവലം ശമ്പളം കൂട്ടലും പെൻഷൻ മാത്രമല്ലല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനുള്ള കൃത്യമായൊരു കമ്മീഷൻ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ സ്കീം തൊഴിലാളികളുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായൊരു പുതിയ രീതികളും ചട്ടങ്ങളും വരട്ടെ. എന്തായാലും അതിനുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.